ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ബൗണ്ടറി ലെയർ സെപ്പറേഷൻ എന്താണ്, ഒരു എഫക്റ്റ് ഓഫ് പ്രഷർ ഗ്രേഡിയൻ്റ് ഓൺ ബൗണ്ടറി ലെയർ സെപ്പറേഷൻ, മെത്തേഡ്സ് ടു പ്രിവെൻറ്റ് ബൗണ്ടറി ലെയർ സെപ്പറേഷൻ എന്നുള്ള ടോപ്പിക്സ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഫ്ലോയിങ് ഫ്ലൂയിഡ് ഓൺ എ സ്റ്റേഷനറി ബോഡി. അതായത് ഒരു സ്റ്റേഷനറി ബോഡി ഉണ്ട്, ആ സ്റ്റേഷനറി ബോഡിയിലൂടെ ഒരു ഫ്ലൂയിഡ് ഒഴുകുമ്പോൾ ആ ഒഴുകുന്ന ഫ്ലൂയിഡ് ഈ ബോഡിയിൽ, ഈ സ്റ്റേഷനറി ബോഡിയിൽ എക്സൈറ്റ് ചെയ്യണ ഫോഴ്സ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നു ഒരു സ്റ്റേഷനറി ബോഡി കൺസിഡർ ചെയ്യണ, അതൊരു സ്റ്റേഷനറി ഒബ്ജക്റ്റ്. ഓക്കെ, അതിലേക്ക് ഫ്രീ സ്ട്രീം വെലോസിറ്റി ആയ യു അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി ആയ യു വെലോസിറ്റിയിലുള്ള വെള്ളം ഒഴുകുകയാണ്. ഓക്കെ, ഒഴുകുമ്പോൾ യൂഷ്വലി ഈ ബോഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുക. അത് ടോട്ടൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ്. ഓർക്കുക, ഫ്ലൂയിഡ് ഓൺ ദ ബോഡിയാണ്. ടോട്ടൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ് ഓൺ ദ ബോഡി എന്ന് പറയുന്നത്, ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും, ഈ ബോഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും, ബോഡിയുടെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുക. ബട്ട് ഇവിടെ ഫോഴ്സ് എങ്ങനെയാണ്, ടോട്ടൽ ഫോഴ്സ് എന്നത് FR ആണ്. FR എങ്ങനെ, ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിനെന്താണ്, രണ്ട് കമ്പോണൻസ് ഉണ്ടാവും. ഒന്ന് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഒന്ന് വെർട്ടിക്കൽ കമ്പോണൻറ്റും, അല്ലേ? അപ്പോൾ ഇതിൽ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് FD എന്ന് കൊടുത്തിട്ടുള്ളത്. എന്താണ് ഈ FD എന്ന് പറഞ്ഞാൽ എന്താണ്? FD എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ്, ഡ്രാഗ് ഫോഴ്സ് ആണ്. ഇവിടെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് FL എന്ന് കൊടുത്തിട്ടുണ്ട്. FL എന്ന് പറഞ്ഞാൽ എന്താ, ലിഫ്റ്റ് ഫോഴ്സ് ആണ്. ഓർത്ത് വയ്ക്കുക, ലിഫ്റ്റ് ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്. എവിടെ, ഒരു സോളിഡ് ബോഡി ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫ്ലോയിങ് ഫ്ലൂയിഡ് ആ സോളിഡ് ബോഡിൻ്റെ മേലെ എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, എക്സൈറ്റ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ FR ആണ്. ഓക്കെ, FR എന്ന് പറഞ്ഞാൽ റിസൾട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് കമ്പോണൻറ്റ് ഫോഴ്സസ് ആണ് ഏതൊക്കെ, ഡ്രാഗ് ഫോഴ്സും ലിഫ്റ്റ് ഫോഴ്സും. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്കിൽ നമുക്ക് മേജറായിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം അല്ലെങ്കിൽ അറിയേണ്ട കാര്യം, അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് മെൻ ബൈ ഡ്രാഗ്, അല്ലെങ്കിൽ ഡിഫൈൻ ഡ്രാഗ് എന്ന് പറയും, അല്ലെങ്കിൽ ഡിഫൈൻ ലിഫ്റ്റ് എന്ന് പറയും. മനസ്സിലാവില്ലേ? ഡ്രാഗ്, ലിഫ്റ്റ് ഓർത്ത് വയ്ക്കുക, ഡ്രാഗ് എന്നാണ് പറയുക. ഓക്കെ, ഇപ്പോൾ ഡ്രാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രാഗ് ഫോഴ്സ് എഴുതി വെക്കരുത്. ഡ്രാഗ് ഫോഴ്സിന് നമ്മളൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് എഴുതരുത്. അത് ചോദിക്കുമ്പോൾ അവർ എക്സാക്ട്ലി എടുത്ത് ഡ്രാഗ് ഫോഴ്സ് എന്ന് തന്നെ പറയും. ഓക്കെ, ഇപ്പോൾ എന്താണ് ഡ്രാഗ് അല്ലെങ്കിൽ എന്താണ് ലിഫ്റ്റ് എന്ന് നോക്കാം. ഡ്രാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പോണൻറ്റ് ഓഫ് ദ ടോട്ടൽ ഫോഴ്സ് ആണ്. ഈ ടോട്ടൽ ഫോഴ്സായ FR ഉണ്ടല്ലോ, FRൻ്റെ കമ്പോണൻ്റ് ആണ് എന്ത്, ഡ്രാഗ് എന്ന് പറഞ്ഞാൽ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഈസ് കോൾഡ് ഡ്രാഗ് എന്ന് പറയുന്നത്. അതായത് ഡ്രാഗ് എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ ഫോഴ്സായ FRൻ്റെ ഒരു കമ്പോണൻ്റ് ആണ്. ഏത് കമ്പോണൻ്റ്, ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ്. അത് ഏത് ഡയറക്ഷനിലാണ് ഉള്ളത്, ഈ ഫ്ലൂയിഡിൻ്റെ മോഷൻ്റെ ഡയറക്ഷനിലാണ്, അല്ലേ? ഓർത്ത് വയ്ക്കുക, ഇതാണ് ഫ്ലൂയിഡ് ഒഴുകുന്നത് ഈ ഡയറക്ഷനിലാണ്, ഈ X ഡയറക്ഷനിലാണ്. ഈ X ഡയറക്ഷനിലുള്ള ഈ എക്സേർട്ട് ചെയ്ത ഫോഴ്സിൻ്റെ കമ്പോണൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡ്രാഗ് എന്ന് പറയുന്നത്. അതുപോലെ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയുള്ള ഈ ടോട്ടൽ ഫോഴ്സിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ലിഫ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ലിഫ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഇങ്ങനെയും പറയാം, ഫ്ലോയിങ് ഫ്ലൂയിഡിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഉള്ള ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുക, ലിഫ്റ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഡ്രാഗ് എന്ന് പറഞ്ഞാൽ ദ കമ്പോണൻറ്റ് ഓഫ് ദ ടോട്ടൽ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഈസ് കോൾഡ് ഡ്രാഗ് എന്ന് പറയും. ദിസ് കമ്പോണൻറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ FD എന്ന് പറയും. ദസ് ഡ്രാഗ് ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഓർത്ത് വയ്ക്കുക, ഈ പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഡ്രാഗ് ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. എക്സേർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ്, ഡ്രാഗ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ് എക്സേർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഫ്ലൂയിഡിൻ്റെ മോഷൻ്റെ ഡയറക്ഷനിൽ എക്സേർട്ട് ചെയ്ത ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡ്രാഗ് എന്ന് പറയുന്നത്. അതുപോലെ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പോണൻറ്റ് ഓഫ് ദ ടോട്ടൽ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. അതായത് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനെ പെർപെൻഡിക്കുലർ ആയിട്ട് എക്സേർട്ട് ചെയ്യുന്ന, പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ടോട്ടൽ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ലിഫ്റ്റ് എന്ന് പറയുന്നത്. അതിന് ഡിനോട്ട് ചെയ്യുന്നത് FL എന്നാണ്. ദസ് ലിഫ്റ്റ് ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ് ഇൻ ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ലിഫ്റ്റ് ഒക്കേഴ്സ് ഓൺലി വെൻ ദ ആക്സിസ് ഓഫ് ദ ബോഡി ഈസ് ഇൻക്ലൈൻഡ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. ഓക്കെ, ലിഫ്റ്റ് ഒക്കർ ചെയ്യുന്നത് എവിടെയാണെന്നാണ് പറയുന്നത്, ബോഡിയുടെ ആക്സിസ്, നമ്മളെ സോളിഡ് ബോഡിയുടെ ആക്സിസ് ഡയറക്ഷൻ ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിന് ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുമ്പോൾ, അല്ലേ? ഡയറക്ഷൻ ഓഫ് മോഷന് ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുമ്പോൾ, അല്ലേ? ഇതിപ്പോൾ ഇതാണ് ഡയറക്ഷൻ,
ഇതാണ് ഫ്ലൂയിഡ് ഒഴുകുന്നത്. അപ്പോൾ ഈ ഡയറക്ഷനിലാണ് ഒഴുകുന്നത്. ഇതാണ് ബോഡി. ഇപ്പോൾ ഈ ബോഡി ഇവിടെ എടുക്കുകയാണെങ്കിൽ അല്ല, ഇതല്ല ഇങ്ങനെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെയല്ല. അപ്പോൾ ഫ്ലൂയിഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് ഈ ബോഡി ഉള്ളത്? ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കേസിലാണ് എന്ത് ഒക്കർ ചെയ്യുക എന്ന് പറയുന്നത്? ലിഫ്റ്റ് ഒക്കർ ചെയ്യുക എന്ന് പറയുന്നത്. അതാ ഈ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ലിഫ്റ്റ് ഫോഴ്സ് ഒക്കേഴ്സ് ഓൺലി വെൻ ദ ആക്സിസ് ഓഫ് ദ ബോഡി ഈസ് ഇൻക്ലൈൻഡ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. ക്ലിയർ? ഇപ്പോൾ ഇഫ് ദ ആക്സിസ് ഓഫ് ദ ബോഡി ഈസ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ, ലിഫ്റ്റ് ഫോഴ്സ് ഈസ് 0. ഇൻ ദാറ്റ് കേസ് ഓൺലി ഡ്രാഗ് ഫോഴ്സ് ആക്സ്. ഓക്കെ, ഇപ്പോൾ നമുക്കുള്ള ബോഡി എന്ന് പറയുന്നത്, ഇപ്പോൾ ഇമാജിൻ ഇത് നമ്മളെ ഫ്ലൂയിഡ് ഫ്ലോ ആണ്, ഇതാണ് നമ്മളെ ബോഡി എന്ന് വിചാരിക്കുക. ഈ ബോഡിയും നമ്മൾ ഈ ഫ്ലൂയിഡിൻ്റെ ഫ്ലോയും എന്താണ്? പാരലൽ ആയിട്ടാണ് ഉള്ളതെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ഈ ലിഫ്റ്റ് ഫോഴ്സ് എന്താണ്? ഉണ്ടാവില്ല. ഓൺലി ഡ്രാഗ് ഫോഴ്സ് ഉണ്ടാവുള്ളൂ. ഡ്രാഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോൻ്റെ ഡയറക്ഷനിൽ ഉള്ള ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ? ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ദ ഫ്ലൂയിഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. മോഷൻ്റെ ഡയറക്ഷനിൽ എക്സൈറ്റ് ചെയ്ത ഫോഴ്സിനെയാണ് ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പാരലലായിട്ടാണ് കിടക്കുന്നതെങ്കിൽ എന്തുണ്ടാവില്ല? ലിഫ്റ്റ് ഫോഴ്സ് ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ്. ദെൻ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്, ലാസ്റ്റ് വൺ ഇട്ടിരിക്കുന്ന പോയിന്റ്. ഇത് ഇഫ് ദ ഫ്ലൂയിഡ് ഈസ് അസ്യൂംഡ് ഐഡിയൽ ആൻഡ് ദ ബോഡി ഈസ് സിമെട്രിക്കൽ സച്ച് ആസ് സ്പിയർ ഓർ സിലിണ്ടറിക്കൽ, ബോത്ത് ഡ്രാഗ് ആൻഡ് ലിഫ്റ്റ് വിൽ ബി 0. നമുക്കുള്ള സോളിഡ് ബോഡി സിമെട്രിക്കൽ ഷേപ്പിലുള്ളതാണെങ്കിൽ, അതായത് സ്പിയറോ സിലിണ്ടറോ ആണെങ്കിൽ, അതുകൂടാതെ ഫ്ലൂയിഡ് ഐഡിയൽ ഫ്ലൂയിഡും ആണെങ്കിൽ ഡ്രാഗും ലിഫ്റ്റും എന്തായിരിക്കും? 0 ആയിരിക്കും എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് അറിയേണ്ടത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡ്രാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാണ്. ഏതിനാൽ? ഫ്ലോയിങ് ഫ്ലൂയിഡിനാൽ. ഒരു സ്റ്റേഷനറി ബോഡിയിൽ. അത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? എലോങ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ഫ്ലൂയിഡിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷനിൽ എക്സേർട്ട് ചെയ്യണ ഒരു ഫോഴ്സാണ്. എവിടെ? സോളിഡ് സർഫസിൽ എക്സേർട്ട് ചെയ്യണ ഒരു ഫോഴ്സാണ്. ഫ്ലൂയിഡിനാൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുക? ഡ്രാഗ് എന്ന് പറയുന്നത്. അത് എലോങ് ദ മോഷൻ ഓഫ് ഫ്ലൂയിഡ്. ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഫ്ലൂയിഡിൻ്റെ മോഷന് പെർപെൻഡിക്കുലറായിട്ട് എക്സേർട്ട് ചെയ്യണ ഫോഴ്സാണ് എന്ത്? ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രാഗ്, ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫൈൻ പറഞ്ഞ് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഈ 5ാമത്തെ മൊഡ്യൂളിൽ നിന്ന് ഈ 2 ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്ത് വാല്യുവേഷന് പോയപ്പോൾ ഈ ഡ്രാഗും ലിഫ്റ്റും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇവരെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള ഡെഫിനേഷൻസ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ആ FD നമ്മൾ ആ ഇക്വേഷനൊക്കെ ഉണ്ടല്ലോ, ഡ്രാഗ് ഫോഴ്സ് കാണാൻ വേണ്ടി വോൺ കാർമൻ എഴുതി കഴിഞ്ഞിട്ട് സോൾവ് ചെയ്ത ഇക്വേഷൻ, അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മാർക്കില്ല. ഇതാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഈ സെക്ഷനിൽ വിട്ടുപോയിട്ടുണ്ടായിരുന്ന, ഈ ബൗണ്ടറി ലെയർ തിയറിൽ വിട്ടുപോയിട്ടുണ്ടായിരുന്ന ഒരു പാർട്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് നോക്കുക. ഓക്കെ, ഇനി നോക്കാനുള്ളത്, നമ്മൾ ഈ ഭാഗം നോക്കിയിട്ടില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? പ്രോബ്ലം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വോൺ കാർമൻ മൊമെൻറ്റം ഇൻ്റഗ്രൽ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞു ഒരു വെലോസിറ്റി പ്രൊഫൈൽ വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതുപോലെ പല ടൈപ്പ് വെലോസിറ്റി പ്രൊഫൈൽ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാനൊരു ഹോംവർക്കും തന്നു. ആ ഹോംവർക്ക് തന്നാണ് ഇത് u/u = sin π/2 y/del എന്ന് പറയുന്നത്. അത് വളരെ 4-5 പേര് മാത്രം സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഈ ഒരു പ്രൊഫൈൽ തന്നിട്ടായിരിക്കും ഈ ബൗണ്ടറി ലെയർ തിക്നെസ്, ഷിയർ സ്ട്രെസ്, ഡ്രാഗ് ഫോഴ്സ്, കോഎഫിഷ്യന്റ് ഓഫ് ഡ്രാഗ് കാണാൻ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും ലോങ് സ്റ്റെപ്പ് ഉള്ളത് നമ്മളിത് ഡെറൈവ് ചെയ്യണം. ഡെറൈവ് ചെയ്ത് ഈ ടേംസ് ഡെറൈവ് ചെയ്ത് എത്തിക്കണം. അതേപോലെ തന്നെയാണ് ഈ ഒരു പ്രൊഫൈൽ u/u = 2 × y/del - y/del whole square എന്ന് പറഞ്ഞത്. ദെൻ u/u 3/2 y/del - 1/2 y/del whole cube. ഇതാണ് നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളത്. ദെൻ അതുപോലെ u/u = 2 × y/del - 2 × y/del whole cube plus y/del whole power 4 എന്നുള്ള ടേം. ദെൻ u/u = sin π/2 y/del. ഇത് ഞാൻ ഹോംവർക്ക് എന്നാണ്. ദെൻ ഇവിടെ ബ്ലേഷ്യസ് റിസൾട്ട് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ബ്ലേഷ്യസ് റിസൾട്ട് എന്താണെന്ന് പറയാം. ഇതിപ്പോൾ നമ്മളിതിൽ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എന്തിനാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഇത് ഓരോ പ്രൊഫൈലാണ്. ഓക്കെ, ഈ പ്രൊഫൈലിൽ വരുന്ന ഫൈനൽ ആൻസേഴ്സ് ആണ്. ഏതൊക്കെ? ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡ്രാഗ് ഫോഴ്സ് എന്ന് ആ ഡെറൈവ് ചെയ്യണം. നമ്മൾ ആ പ്രോബ്ലം ഡെറൈവ് ചെയ്തില്ല, പ്രോബ്ലം ഡെറൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ റിസൾട്ടാണിത്. അപ്പോൾ ഇത് നിങ്ങളെ നോട്ടിൽ എഴുതിയെടുക്കുക. കാരണം സിമ്പിളായിട്ടുള്ള വേറെ പ്രോബ്ലം ചോദിക്കുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസ് നമ്മളുടെ മെമ്മറിയിൽ ഉണ്ടെങ്കിൽ മെമ്മറൈസ് ചെയ്യുക, ആ ഇക്വേഷൻ വെച്ച് ഡയറക്റ്റ് സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈൽ ക്ലിയർ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഈ സ്ലൈഡ് കാണിക്കാം.
ഇതിൽ എല്ലാ പ്രൊഫൈലും കറക്റ്റായിട്ടുണ്ട് എക്സെപ്റ്റ് ദിസ് ഫസ്റ്റ് വൺ u/u = y/del. കാരണം ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതുവരെ ചോദിച്ചിട്ടില്ല, ഈ ഒരു ടേം ചോദിച്ചിട്ടില്ല, u/u = y/del എന്ന് ചോദിച്ചില്ല. കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഇത് സിമ്പിളാണ്, ഓൺലി y/del ആണ്. ബാക്കിയുള്ള ഈ 1 2 3 4 ഈ 4 ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ ബ്ലേഷ്യസ് സൊല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സ്ലൈഡ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഫൈൽ നോട്ട് ചെയ്തെടുക്കാനാണ്. ഇതിൽ ഈ സ്ലൈഡിൽ ഈ ബൗണ്ടറി ലെയർ തിക്നെസ്സും കോഎഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗിൻ്റെ മാത്രം സൊല്യൂഷൻ ഉള്ളൂ. ഇതൊന്ന് നോട്ട് ചെയ്തെടുക്കുക. ഇത് മാത്രമല്ല, വേറെ ഷിയർ സ്ട്രെസ്സിൻ്റെ എല്ലാം വേണം. അതിനാണ് ഈ ഒരു സ്ലൈഡ്. ഇത് നോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിലിപ്പോൾ ഈ ബ്ലേഷ്യസ് റിസൾട്ട് അല്ലെങ്കിൽ ബ്ലേഷ്യസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രൊഫൈൽ തന്നിട്ടില്ല, വെലോസിറ്റി പ്രൊഫൈൽ തന്നിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ അന്ന് ക്ലാസ്സിൽ സോൾവ് ചെയ്ത പ്രോബ്ലമാണ് അല്ലേ. നമ്മൾ എന്താണ് ആദ്യം എന്താ ചെയ്ത്, ഈ ഒരു വെലോസിറ്റി പ്രൊഫൈലിനുള്ള ബൗണ്ടറി ലെയർ തിക്നെസ്, ഷിയർ സ്ട്രെസ്, കോഎഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡെറൈവ് ചെയ്തു അല്ലേ. ഡെറൈവ് ചെയ്തതിൻ്റെ ന്യൂമറിക്കൽ ടൈപ്പ് പ്രോബ്ലം ആയിരുന്നു ഇത് അല്ലേ. അപ്പോൾ എന്താണ്, ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ അവരാദ്യം ഈ ഒരു പ്രൊഫൈൽ തരും. പ്രൊഫൈൽ തന്നിട്ട് എന്തൊക്കെയാണ് നമുക്ക് വേണ്ട റിക്വയർഡ് ഡയമെൻഷൻസ് എല്ലാം ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ദെൻ അതോടൊപ്പം തന്നെ നമ്മൾ എന്തൊക്കെയാണ് കാണേണ്ടതെന്നും കൂടി അതിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് അറിയാം ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്, ബൗണ്ടറി ലെയർ തിക്നെസ് ഡെൽ എന്ന് പറഞ്ഞാൽ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയുന്നത് എങ്ങനെയാണ്, നമ്മൾ ഈ പ്രൊഫൈൽ വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ സപ്പോസ് ഇതുപോലുള്ള ഒരു പ്രോബ്ലം തരികയാണ്. ഇതുപോലുള്ള പ്രോബ്ലമിൽ ഇപ്പോൾ പറയാണ് ഫൈൻഡ് ദ വെലോസിറ്റി പ്രൊഫൈൽ ഇൻ ദ ലാമിനാർ ബൗണ്ടറി ലെയർ. ഫോർ ദ വെലോസിറ്റി പ്രൊഫൈൽ എന്ന് പറയില്ല, ഫൈൻഡ് ദ ഈ ഒരു ടേം ഇല്ലാണ്ട് ഞാൻ പറയാം, ഈ ഒരു പാർട്ട് ഉണ്ടാവില്ല, ഇതില്ലാണ്ട് ജസ്റ്റ് അവർ സിംപ്ലി പറയുകയാണ് ഇങ്ങനെ ഫൈൻഡ് ദ തിക്നെസ് ഓഫ് ദ ബൗണ്ടറി ലെയർ ആൻഡ് ഷിയർ സ്ട്രെസ്. ഈ വെലോസിറ്റി പ്രൊഫൈലിനെ കുറിച്ച് ഒന്നും പറയാതെ ഡയറക്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ദേ ഹാവ് ഗിവൺ ബ്ലേഷ്യസ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടുള്ള ആണ് നമുക്ക് ഇവിടെ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അതായത് വെലോസിറ്റി പ്രൊഫൈൽ തരാത്തതാണെങ്കിൽ. കാര്യം മനസ്സിലായോ? അതിനാണ് ഈ ബ്ലേഷ്യസ് സൊല്യൂഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ബ്ലേഷ്യസ് സൊല്യൂഷനിലുള്ള ആ റിസൾട്ട് ഉണ്ടല്ലോ, ബൗണ്ടറി ലെയർ തിക്നെസ്, കോഎഫിഷ്യന്റ് ഓഫ് ഡ്രാഗ്, ഷിയർ സ്ട്രെസ് എക്സെട്ര, ആ തിങ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. ആ ഫൈനൽ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അത് പഠിക്കുക. അത് പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യനിൽ പറയുന്ന ഈ ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. അപ്പോൾ ബ്ലേഷ്യസ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യണമെങ്കിൽ അവർ ഫൈൻഡ് ദിസ് തിങ്, ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള എന്താണ്, ഫൈൻഡ് ദ ബൗണ്ടറി ലെയർ ആൻഡ് ഷിയർ സ്ട്രെസ് ഫോർ ബ്ലേഷ്യസ് സൊല്യൂഷൻ എന്ന് ചിലപ്പോൾ എടുത്ത് പറയണം എന്നില്ല ക്വസ്റ്റ്യനിൽ. ഓക്കെ, ക്ലിയർ ആയോ? ബ്ലേഷ്യസ് സൊല്യൂഷൻ എന്ന് ക്വസ്റ്റ്യനിൽ എടുത്ത് പറയണം എന്നില്ല, അവർ പറയില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ബ്ലേഷ്യസ് സൊല്യൂഷനാണ് എടുക്കേണ്ടത്. അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ അവർ എന്ത് തന്നിട്ടുണ്ടാവില്ല, ഈ വെലോസിറ്റി പ്രൊഫൈൽ തന്നിട്ടുണ്ടാവില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ബ്ലേഷ്യസ് സൊല്യൂഷൻ്റെ ആ റിസൾട്ട് നോട്ട് ചെയ്യണം. ഇതാണ് ബ്ലേഷ്യസ് സൊല്യൂഷൻ്റെ റിസൾട്ട്. ബൗണ്ടറി ലെയർ തിക്നെസ് കാണാനുള്ള ഇക്വേഷനാണ് ഡെൽറ്റ = 5x/√REx. അതുപോലെ ഷിയർ സ്ട്രെസ് ടൗ നോട്ടിൻ്റെ കാണാനുള്ള ഇക്വേഷൻ 0.332 μu/x √REx. അതുപോലെ ഡ്രാഗ് ഫോഴ്സ് FD കാണാനുള്ള ഇക്വേഷൻ 0.664 μ/BU √ρUL/μ. ദെൻ കോഎഫിഷ്യന്റ് ഓഫ് ഡ്രാഗ് കാണാനുള്ള ഇക്വേഷൻ CD-യുടെ 1.328/√REL. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ ഈ എല്ലാ പ്രൊഫൈലിൻ്റെയും നമുക്ക് ഇത്രയും ഈ റിസൾട്ട്സ് നമുക്ക് അറിയണം. കാരണം 10 മാർക്കിനൊക്കെ സിമ്പിളായിട്ട് അവർ ആ പ്രോബ്ലം ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസ് അറിഞ്ഞാൽ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലേ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, ഈ ഇക്വേഷൻ അറിഞ്ഞ് ഇക്വേഷനിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതല്ലേ എളുപ്പം. ഇല്ലാണ്ട് ഇപ്പോൾ ഈ പ്രൊഫൈൽ തന്നിട്ട് ഈ പ്രൊഫൈലിൻ്റെ ഇത്രയും ടേംസ് ഡെറൈവ് ചെയ്യാൻ പറയുന്നത് അതൊരു ലെങ്തി ആണ് അല്ലേ. സിമ്പിൾ ഡെറിവേഷനാണ്, ബേസിക് ഇൻറ്റഗ്രേഷൻ ആണ്. ദെൻ ഒരേ പ്രൊസീജിയർ തന്നെ, ആ പ്രൊസീജിയർ നമുക്ക് മനസ്സിലുണ്ടായിരിക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇതോടുകൂടി 5ാമത്തെ മൊഡ്യൂളിലെ ഒരു പാർട്ട് തീർന്നു. 2 പാർട്ടായിട്ടാണ് 5ാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ. അതിൽ ഫസ്റ്റ് പാർട്ടാണ് ബൗണ്ടറി ലെയർ തിയറി. ആ ബൗണ്ടറി ലെയർ തിയറി ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി അടുത്ത് ഡയമെൻഷണൽ അനാലിസിസ് ആണ്. അത് നമുക്ക് കമ്മിങ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.